പകലിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധി ദൈവവചനത്തിലേക്ക് അടക്കപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു ഭാഗമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ ക്രിസ്തുയേശുവിൽ ജാതികളുടെ മേൽ വരും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തവുമുണ്ട്. നമുക്ക് വേണ്ടി യേശു ക്രിസ്തു ശാപമായി തീർന്നു. അവൻ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു. നമ്മളിതെല്ലാം പല പ്രാവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉരുവിടുന്നതാണ്. എന്നാൽ നമ്മൾ ചില നന്മകളിൽ ചെന്നെത്താതിരിക്കുന്നു. ഇന്നും പല നന്മകളിൽ ചെന്ന് രക്ഷിക്കപ്പെട്ട പലരും, പല കുടുംബങ്ങളും പഴയതിനേക്കാൾ അവസ്ഥകൾ മോശമായിപ്പോയി. സമുദായങ്ങളിൽ നിന്നവർ, പല സ്ഥലങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ വിളിയാൽ, നമ്മൾ ചുമ്മാ വന്നതല്ല, പിതാവ് ആകർഷിക്കാതെ പുത്രൻ്റെ അരികിൽ ആരും വരത്തില്ല. ദൈവം വിളിച്ച് നമ്മളെ വേർതിരിച്ച് ദൈവസന്നിധി നമ്മൾ വന്നു. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് പഴയ നിയമം മുതൽ പുതിയ നിയമം മുതൽ നോക്കിയാൽ മുഴുവൻ ജനങ്ങളെയും ദൈവം വിളിച്ചവർ അനുഗ്രഹത്തിലേക്ക് പോയി. അബ്രഹാമിനെ ആയിക്കോട്ടെ, ഹാനോക്ക് ആയിക്കോട്ടെ, മോശ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആരെല്ലാം ദൈവ ശബ്ദത്തിൻ്റെ കീഴിലേക്ക് വന്നുവോ അവർ മുഴുവൻ പേരും അനുഗ്രഹത്തിലേക്ക് പോയി. ഭൗതികം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ആത്മാവിൽ അവർ നിറയപ്പെടുവാൻ തുടങ്ങി. ആത്മാവിൻ്റെ വഴി നടത്തുകൾ ഉണ്ടാകാൻ തുടങ്ങി. എന്നാൽ ഇന്ന് വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം ബെന്തിക്കോസ് കൂട്ടായ്മ എന്ന് വേണം പറയാം, ബെന്തിക്കോസ് സഭകൾ. എന്നാൽ ഇതിനകത്ത് നോക്കിയാൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രം അനുഗ്രഹത്തിലേക്ക് പോകുകയും പലരും ശാപത്തിൻ്റെ കീഴിൽ അകപ്പെടുകയും ചെയ്യുക. ഒരുപാട് കുടുംബങ്ങൾ രോഗത്താൽ, ഭാരത്താൽ, പല പ്രയാസത്താൽ ഒരു ഉണർവ് പോലും ഇല്ലാത്ത ഒരു അവസ്ഥകളിലേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെക്കാൾ ഉപരി എന്ത് വന്നു കയറി? ശാപം വന്നു കയറി. നിങ്ങളെ വിളിച്ചത് എന്തിനു വേണ്ടിയാ? പത്രോസ് പറയുന്നു, അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീരുവിൻ. ദൈവം വിളിച്ചപ്പോൾ, ദൈവം വിളിച്ച എല്ലാ വിളികൾക്കകത്തും നിങ്ങൾ നോക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾ ഏതാണ്? അനുഗ്രഹത്തിലാണ്. യോശുവയോട് പറയുന്നു, എൻ്റെ ആത്മാവ് നിന്നോട് കൂടെ ഇരിക്കും, ധൈര്യമായിട്ട് പോയിക്കൊള്ളുക. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പറയുന്നു, അന്ത്യത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. കൂടെ ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടും നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനായി പോകുന്നു? പൗലോസ് പറഞ്ഞു, ആരുടെ ഭാവം നമ്മളിൽ വരണമെന്ന് പറഞ്ഞു? ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ വരണം. ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഏതിലേക്ക് വരും? അനുഗ്രഹത്തിലേക്ക് വരും. അപ്പം നമ്മുടെ അനുഗ്രഹത്തെ ആരാൽ തടയപ്പെടുന്നു? വ്യക്തിപരമായി നമ്മളറിയാം, നമ്മൾ തന്നെ നമ്മുടെ ഉയർച്ച എന്ത് ചെയ്യുക? നമ്മൾ തടഞ്ഞു കളയുക. അപ്പം നമ്മുടെ ജീവിതത്തെ ഒരു വ്യത്യാസത്തിലേക്ക് വരണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിനെ ഒരു മാറ്റത്തിലേക്ക് വരണമെങ്കിൽ ഇന്ന് പകലിലും ആത്മാവിൻ്റെ ഒരു നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിനകത്ത് വരണം. ഞാനിത് മുന്നവരെയായി പറഞ്ഞതിൻ്റെ കാരണം ഇന്ന് അതിലേക്ക് കടക്കപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ദൈവം വിളിച്ചത് ഏതിലേക്കാണ്? അനുഗ്രഹത്തിലേക്കാണ്. ഒന്ന്, ക്രിസ്തുയേശുവിൻ്റെ ക്രിസ്തുയേശുവിൽ കൂടെ അബ്രഹാമിൻ്റെ അനുഗ്രഹം, നിത്യതയിലുള്ള അനുഗ്രഹമല്ല, എവിടെയുള്ള അനുഗ്രഹം? ഇവിടെയുള്ള അനുഗ്രഹം. യേശുവിന് അരികിൽ വന്നവൻ ചോദിച്ചു, പത്രോസ് ചോദിക്കുക, എല്ലാം വിട്ട് ഞങ്ങൾ ഇറങ്ങി നിൻ്റെ പിന്നാലെ വന്നു, എന്നിട്ടോ? യേശു പറഞ്ഞു, നിങ്ങൾ നശിച്ചു പോകുമെന്നാണ് യേശു പറഞ്ഞേ. നിങ്ങൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടോ അത് 100 മടങ്ങായി നിങ്ങൾക്ക് മടക്കിത്തരും. അപ്പോൾ ഇതിനകത്തെല്ലാം ഭൗതികമായോ ആത്മീയപരമായുള്ള നന്മ വെളിപ്പെട്ട് നിൽക്കുന്നു. പത്രോസ് കാരാഗ്രഹത്തിൽ പോയ കാരാഗ്രഹത്തിനകത്ത് തുറന്ന് ദൈവം തമ്പുരാൻ പുറത്തു കൊണ്ടുവരുന്നു. അനേക അത്ഭുതങ്ങളിൽ കൂടെ ഇവരെ ദൈവം തമ്പുരാൻ നടത്തുന്നു. എന്നാൽ ഇന്ന് ഈ സാഹചര്യത്തിനകത്തെല്ലാം നിൽക്കുമ്പോൾ നമ്മൾ പറയാനുണ്ട്, 20 വർഷമായി, 22 വർഷമായി, 30 വർഷമായി ഒക്കെ ദൈവസന്നിധി ഞങ്ങൾ നിന്നു. എന്നാൽ ഞങ്ങളൊരു അനുഗ്രഹത്തിലേക്ക് പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ കേട്ടുപോകുന്ന കാരണം 90% ദൈവവചനം മോട്ടിവേഷൻ ക്ലാസ്സായി പോകുന്നു. നിങ്ങളുടെ അകത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്ന വചനങ്ങൾ വരുന്നില്ല. പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കപ്പെടുമ്പോൾ അവിടെ കേട്ടിരുന്നവരുടെ 3000-ഓളം ജനത്തിനകത്ത് എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞേ? വചനം കേട്ടപ്പോൾ കുത്തുകൊണ്ടു എന്നാണ് പറഞ്ഞേ. അവർ പത്രോസിനോട്, പത്രോസ് ഞങ്ങളെന്നാ ചെയ്യണം?
ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ വന്ന് യേശുവിൻ്റെ നാമത്തെ സ്നാനപ്പെടുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിനക്ക് ലഭിക്കും. പിന്നെ ആരാൽ നടത്തപ്പെടും? ആത്മാവിനാൽ നടത്തപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ജാതികളോളം പോലും അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നു? അമ്മേ, ഇന്ന് പകലറിയണം ആരുടെ പാപത്തിലേക്ക് നമ്മൾ വരണം? ക്രിസ്തുവിൻ്റെ പാപത്തിലേക്ക് വരണം. വീണ്ടും പറഞ്ഞ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവേ, അങ്ങയുടെ സന്നിധി ഞങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വരുന്നു. അമ്മയും കർത്താവിൻ്റെ ആത്മാവിനെ കർത്താവെ അടിയൻ്റെ നാവിന്മേൽ പകർന്ന് വചനത്തിൻ്റെ പൊരുളുകളെ വേർതിരിച്ച് പരിശുദ്ധാത്മാവെ ഈ ജനത്തിനോട് കൊടുക്കുവാൻ തക്കവണ്ണം സ്വർഗം അടിയനോട് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം നല്ല നിലത്ത് വീണ വിത്ത് 100 മേനി വിളവ് തരുന്നത് പോലെ കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വം അങ്ങേക്ക് നൽകുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ആമീൻ. ഇവിടെ പറയുന്നു യാഗപീഠത്തിലേക്ക് നിങ്ങൾ എങ്ങോട്ടാ കടന്നു വരുന്നേ? യാഗപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ പറയുന്നു നിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ. ഇവിടെ എല്ലാം ഈ സഹോദരന്മാർ ഉദ്ദേശിക്കുന്ന ഏത് ഭാഗത്താണെന്നറിയോ? ക്രിസ്തുവിലായിരിക്കുന്ന സഹോദരന്മാരെ കുറിച്ചാണ്. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വരും, നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും. അപ്പൊ എന്തെങ്കിലും നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? നിന്റെ വഴിപാട് യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ചിട്ട് നീ എന്ത് ചെയ്യണം? സഹോദരനോട് എന്ത് ചെയ്യണം? നിരപ്പ് പ്രാപിക്കണം. അല്ലാത്ത ഒരു യാഗപീഠത്തെ നീ ഇത് കൊണ്ടേ വെച്ചാൽ എന്ത് ചെയ്യത്തില്ല? ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ലൊക്കെ വരുമ്പോൾ നമുക്ക് അതിനെ അറിയാം. ദൈവത്തിന്റെ മുൻപിൽ കൈമലർത്തുമ്പോൾ ദൈവം കണ്ണടച്ചു കളയും, അനുഗ്രഹത്തിലേക്ക് വരത്തില്ല. അപ്പൊ ഇവിടെ പറയുന്നു സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. അപ്പൊ നിന്റെ അകത്തിരിക്കുന്ന അതൊന്നും മാറ്റി വെച്ചിട്ട് പുതിയ ഒരു മനുഷ്യനായിട്ട് വേണം എവിടെ വരാൻ? യാഗപീഠത്തിന്റെ മുന്നിൽ. ഈ ദൈവം യാഗപീഠത്തെ പ്രസാദിക്കണമെങ്കിൽ യാഗസ്ഥലത്ത് എത്തുമ്പോൾ നിനക്കൊരു രൂപാന്തരം വരണം. അതിന് 25-ാമത്തെ വാക്യം പറയുന്നു നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. എന്ത് ചെയ്യണം? ഇവിടെ പറയുന്നു പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ എന്ത് ചെയ്യണം? അവനോട് ഇണങ്ങിക്കൊള്ളുക. സഹോദര, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിരപ്പ് പ്രാപിക്കണം. പണ്ടൊരു സഹോദരനുമായിട്ട് എനിക്കൊരു വിഷയമുണ്ടായി കഴിഞ്ഞ് എൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, കണ്ടമാൻ അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് പോയി. എൻ്റെ വീടിനകത്ത് വിഷയമുണ്ടായി, എൻ്റെ സ്വസ്ഥതയ്ക്കെടുത്ത് എൻ്റെ പ്രാർത്ഥനകൾ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ അതുപോലെ ആ മനുഷ്യന് വേണ്ടി നിന്നതാ. വേണ്ടാത്ത എല്ലാം അതിനകത്ത് മുഴുവൻ തീ കൊളുത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ അകത്ത് ഈ മനുഷ്യനോട് അതുപോലൊരു പ്രതികാരം എൻ്റെ അകത്തായി. അവസ്ഥയ്ക്കകത്തു നിന്നും മണിക്കൂറുകളും രാത്രികളും ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച ആ മനുഷ്യൻ്റെ ജീവിതം മാറ്റിക്കൊണ്ടുവന്നേ. അതുപോലൊരവസ്ഥയ്ക്കകത്ത് വന്നിട്ട് ഇതുപോലെ എന്നോട് തിരിച്ചു ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ മുന്നേ ഞാൻ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, തീ ഇറങ്ങണം. എന്നെ സഹായിപ്പാൻ ആരുമില്ല, പക്ഷേ എനിക്ക് എൻ്റെ കർത്താവിനെ അറിയാം. 2 ദിവസം ഒരുപോലെ ദൈവസന്നിധി ഉപവാസത്തോടെ ഇരിക്കാൻ തുടങ്ങി. 3-ാമത്തെ ദിവസം ഞാൻ ഇരിക്കുന്ന സമയത്ത്
എന്നോട് ദൈവത്താത്മാവ് ഇടപെട്ട് വിചാരു, അവനോട് നീ നിരപ്പ് പ്രാപിക്കുക. അവനെ തകർക്കാമെന്നല്ല ദൈവം പറഞ്ഞേ, അവനോട് നീ നിരപ്പ് പ്രാപിക്കുക. ആമേ, ഞാൻ നിരപ്പ് പ്രാപിച്ച പോലെ നീ നിരപ്പ് പ്രാപിക്കണം. എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ലായിരുന്നു. ഞാൻ രാവിലെ എനിക്ക് കോട്ടയത്തൊരു മീറ്റിംഗ് ഉണ്ട്, ഞാനും എൻ്റെ കുഞ്ഞുകൂടെ പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങി. അവളും എൻ്റെ കൂടെ വന്നു. വരുന്ന സമയത്ത് വഴി മാറി ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, എന്നാ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു സഹോദരനെ വഴിയിലുണ്ട്, ആ സഹോദരനോട് നിരപ്പ് പ്രാപിക്കണം എന്ന് ആത്മാവ് പറഞ്ഞു. ആ വഴിയിൽ വരുമെന്ന് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു ഇടപെടലുണ്ടായി. ഞാൻ ആ വഴി കൂടെ ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ മനുഷ്യൻ നടന്നു വരുന്നു. ഞാൻ വണ്ടി അവിടെ നിർത്തി. ഞാൻ അവിടെ അകലെ നിന്ന് പ്രൈസ്തലോട് പറഞ്ഞു. ഇപ്പോൾ സഹോദരനടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷം? എന്നോട് ചെയ്തത് ഓർത്താൽ എനിക്കിങ്ങനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ നിന്ന് ആ മനുഷ്യനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സന്തോഷമുണ്ട്. എവിടെ പോകാൻ ചോദിച്ചു, മീറ്റിങ്ങിന് പോവാം എന്തെല്ലാം. ശരി എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. കർത്താവിന് ഏറ്റവും പ്രസാദമായി തോന്നി. ഇന്ന് പകലിൽ പറയണം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ യാഗപീഠത്തിൻ്റെ മുന്നിൽ വരുന്നതിന് മുമ്പ് നിരപ്പ് പ്രാപിക്കാനുള്ളത് നിരപ്പ് പ്രാപിക്കണം. ഹല്ലേലൂയ. ദൈവ ശബ്ദത്തെ അന്ന് കേട്ട്, ഹല്ലേലൂയ, എന്നോട് അന്നേരം എൻ്റെ കുഞ്ഞു തന്നെ ചോദിച്ചു, എന്തിനാണ് നമ്മളോട് ചെയ്തൊക്കെ ഓർത്താൽ. ഞാൻ ഇതൊന്നുമല്ല, ഇതിൻ്റെ മുന്നിലുണ്ട്. പക്ഷേ ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ അകത്ത് തോന്നിയോ ദൈവം പറഞ്ഞു, ഇനിയും ഒരു കോൺഫറൻസോ കാര്യങ്ങളോ ഇല്ല, നീ വിട്ട് കളഞ്ഞേക്കുക. ഞാൻ അവിടുന്ന് ആ വിഷയം വിട്ട് കളഞ്ഞു. അല്ലല്ലോ, ഇന്നും എനിക്ക് അതിനകത്ത് പ്രതികൂലോ പ്രതികാരങ്ങളൊന്നുമില്ല. ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ കാരണം, ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, നിങ്ങളുടെ അകത്ത് ആരോടെങ്കിലും കയ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ പകയുടെ പേരിരിപ്പുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? അതിനെ മായ്ക്കണം. എന്തിനു വേണ്ടി? അനുഗ്രഹിക്കപ്പെടുക. നിൻ്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ എന്ത് ചെയ്യണം? വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. നമ്മൾ ചെന്ന് നിൽക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുന്നാകെ നമ്മൾ പോയി നിൽക്കേണ്ടതാണ്. നമ്മുടെ അകത്തൊരു ബോധ്യം വേണം. ഇന്നല്ലെങ്കിൽ നാളെ രാജാവിൻ്റെ വരവിങ്കൽ, കർത്താവിൻ്റെ വരവിങ്കൽ, അവൻ്റെ ന്യായാധിപൻ കോടതിക്ക് മുന്നിൽ ആര് പോയി നിൽക്കേണ്ടതാ? നമ്മൾ പോയി നിൽക്കേണ്ടതാന്ന് നമുക്ക് ബോധ്യം വരണം. ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായം എന്നെടുത്തേ, ഞാൻ എന്നെ കുറച്ചുകൂടെ കൊണ്ടുവരും. റോമാലേഖനം 12 അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 18. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം. കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സകല മനുഷ്യരോടും. കണ്ടോ, ഒരപ്പത്തിന്റെ അംശികളായിരിക്കും നിങ്ങൾ എല്ലാവരോടും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ആരുടെയും കുറ്റം പറഞ്ഞു നടക്കല്ലേ. എന്ത് ആചരിക്കണമെന്നാ പറഞ്ഞേ? അവരോട് എന്ത് ചെയ്യണം? ആവോളം സകല മനുഷ്യരോട് സമാധാനമായിരിപ്പീൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. കണ്ടോ, നിങ്ങളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല. യേശു കർത്താവ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. യേശു ക്രിസ്തുവിനെ ന്യായാസനത്തിന്റെ പിന്നാകൽ മാറി മാറി വാദിച്ചു. അതിനുശേഷം യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോയി, ക്രൂശിലേക്ക് തകർച്ചു. വിധിക്കാൻ മുഴുവൻ നിന്ന് സ്വർഗത്തിലെ ദൈവമാണ്. യേശു അറക്കാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ മൗനമായിരുന്നെങ്കിൽ ഇന്ന് നിന്നെ നിന്ദിച്ചവരും നിന്നെ പരിഹസിച്ചവരും അനേകരുണ്ടെങ്കിൽ പ്രതികാരത്തിന് വേണ്ടി നീ നിൽക്കല്ലേ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ആമേൻ. എത്ര പേര് വിശ്വാസത്തോടെ ഞാൻ ഇന്ന് പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ കാരണം, ഒരനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഏത് മേഖലകളുണ്ടോ അതും പൊട്ടിമാറി പോകണം. കാരണം നമ്മൾ ന്യായാസനത്തിൻ്റെ മുന്നാകെ ചെന്ന് നിൽക്കേണ്ടതുനാ. ആമേൻ. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുന്നാകെ നമ്മൾ കടന്നു ചെല്ലേണ്ടവരാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ മേലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിൻ്റെ അരികിൽ വരവെങ്കിൽ നമ്മൾ അവനോടുകൂടി കാണപ്പെടേണ്ടവനാന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് വരണം. ആമി 1 കൊരിന്ത്യരിലേക്ക് ഒന്ന് വന്നേ. 1 കൊരിന്ത്യർ അതിൻ്റെ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല, അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ. നിങ്ങളില് സഹോദരന്മാർ തമ്മിൽ ഒരു വിഷയമുണ്ടെങ്കിൽ ആരുടെ അരികിലേക്കാ കൊണ്ടുപോകുന്നേ? വിശുദ്ധന്മാരുടെ അരികിൽ തീർക്കേണ്ട കാര്യം ആരുടെ അടുത്തിലേക്ക് കൊണ്ടുപോയി?
നിങ്ങൾ ഒരാളെ കുറിച്ച് ദൈവസഭയിലിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച്, അതാരെ കുറിച്ച് അവരെ കുറിച്ച് ആരുടെ അടുത്ത് എന്ന് പറയല്ലേ. കണ്ടോ, മറ്റുള്ളവരോട് ഞാൻ ഷെയർ ചെയ്യും. ഓ, അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, അയാളൊരു ഗുണമില്ലാത്തവനാ. എന്തെല്ലാം കാര്യങ്ങൾ ആരിലേക്ക് കൊടുക്കുക. അപ്പൊ ഈ മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് വന്ന് വിടുതൽ സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങളുടെ അടുത്ത് വരുന്നത്, എങ്ങനെയുണ്ട് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കുന്നത്, ഇതെല്ലാം ചോദിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നോ എന്നറിയാൻ അവർ നീ നിൽക്കുക. അവൻ വിമ്മി നിൽക്കുക. എന്തിലേക്ക് കയറാൻ? ഈ രക്ഷകനിലേക്ക് വരാൻ. നിങ്ങൾ കയറിയതിലേക്ക് അവർ കയറാൻ ആഗ്രഹിക്കുമ്പോൾ നീ എന്ന് പോയിട്ടൊരു ഗുണമില്ല. ഇവിടെ പറയുന്ന വാക്ക് വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല, അഭക്തരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകാൻ തുനിയുന്നുവോ? എന്നിട്ട് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? ഈ വിഷയം നിങ്ങളുടെ ഏത് വിഷയമാണല്ലോ എവിടെ തീരണം? ദൈവസഭയ്ക്കകത്ത് തീരണം. ഏത് പ്രശ്നവും സഭയ്ക്ക് എന്ത് ചെയ്യരുത്? പുറത്തു പോകാൻ പാടില്ല. അനുഗ്രഹത്തെ തടയുന്ന ഞാൻ ഈ പറയുന്നത്. ഉയർച്ച തടയപ്പെടുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങളുടെ കാരണം. അത് 3-ാമത്തെ വാക്യം. നമ്മൾ ദൂതന്മാരെ വിധിക്കുമെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം. 4-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നു. എന്നോർത്തോയ്യേ, നിങ്ങൾ പ്രതിസന്ധിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ മുന്നിൽ ആരിടപെടണം? ദൈവസഭ കൊണ്ട് തീരണം. ഈ പ്രാർത്ഥനാ ഹോളിന്റെ പുറത്തല്ല പ്രശ്നങ്ങൾ പറയേണ്ടത്. എവിടെ കൊണ്ട് തീരണം? ദൈവസഭയ്ക്കകത്ത്. അവിടെ കൊണ്ട് ആ വിഷയം തീർന്നാൽ പുറത്തുള്ളവരിലേക്ക് കൊടുക്കത്തില്ല. പുറത്തേക്ക് നിങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ആരുടെ നാമം ദൂഷിക്കപ്പെടുക? ദൈവനാമം ദൂഷിക്കപ്പെടുക. ഏറ്റവും അപകടകരമായ കാര്യം. ആർക്കെതിരായി നിങ്ങൾ സംസാരിക്കുന്നു? പരിശുദ്ധാത്മാവിനെതിരായി വ്യാജം നിങ്ങൾ പറയുന്നു. അനുഗ്രഹത്തെ എവിടെ തടയുന്നു? അനുഗ്രഹത്തെ തടയപ്പെട്ടു പോകും. പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ അകത്തറിയണം, ഒരു ന്യായാധിപത കോടതിയുടെ മുന്നിൽ നിന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ നിൽക്കേണ്ടവരാ. ഇന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഭയത്തോടു കൂടി നിൽക്കേണ്ടവരാ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം എടുത്ത് അതിന്റെ 9-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ദാനിയേൽ ദർശനം കാണുക. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടോ, 7:9. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ന്യായാസനങ്ങളെ വെച്ചു വയോധികനായ ഒരുത്തനിരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. 10-ാമത്തെ വാക്യം. ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്നും പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്യുന്നു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകം തുറന്നു. ഇവിടെയാണ് ദൈവമക്കൾ ഭയപ്പെടേണ്ടത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ചെല്ലാൻ ഒരുവന്റെ മുൻപിലുണ്ട്. അവിടെ അവൻ പുസ്തകം തുറക്കപ്പെടുന്നൊരു സമയമുണ്ട്. ഈ കളത്തിനകത്ത് കുറെ കാലഘട്ടത്തിൽ എന്തും കാട്ടിക്കൂട്ടി പോകാം. ആരെ കളിപ്പിക്കാം, ആരെ എന്തെല്ലാം ഒക്കെ ചെയ്യാം, ആരോടും എന്ത് ചെയ്യാം. പക്ഷേ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അറിയണം, ഈ ന്യായാധിപന്റെ അരികിൽ നിങ്ങൾ പോയി നിൽക്കേണ്ട ഒരു കാലമുണ്ട്. അല്ലെങ്കിൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ
ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്തതും നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഈ ന്യായാധിപന്റെ മുൻപിൽ ചെന്ന് എത്തേണ്ടവരാ നമ്മൾ ഓരോരുത്തരും. ആ ബോധ്യം ആരുടെ അകത്ത് വരണം? നമ്മുടെ അകത്ത് വരണം. ഇവിടെ ജീവിക്കുന്ന ജീവിതം ദൈവത്തിന് അനുകൂലമായി, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, അവന്റെ കൃപയ്ക്കകത്ത് ജീവിക്കുന്നവരിൽ ഇന്ന് പകൽ പറയാ, ന്യായാസനത്തിന്റെ മുന്നാകെ ഇന്നല്ലെങ്കിൽ നാളെ കടന്നു ചെല്ലേണ്ടവരാണെന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് വരണം. ആ ബോധ്യം നമ്മുടെ അകത്തില്ലെങ്കിൽ, നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്നതാ. 7-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച്, അവന്റെ രാജ്യം കണ്ടോ, അവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. അവന്റെ അരികിൽ ചെല്ലുന്നവർ പറയുക, ആരുടെ വിശുദ്ധന്മാരെ കണ്ടോ? അത്യുന്നതന്മാരുടെ വിശുദ്ധനായവർ എവിടെ ചെല്ലും? അവരെന്തിലേക്ക് വരും? രാജ്യത്തെ പ്രാപിക്കും. അതിന്റെ 27 വായിച്ചു. സമയത്തിന് ഇച്ചിരി കുറവുണ്ട്. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴല്ലാടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ആരിലേക്ക് വരുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ നിന്ന് ഞാൻ വചനം തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആരിലേക്ക് വരിക? ഈ രാജ്യത്വം ആരിലേക്ക് വരിക? തൻ്റെ ആണോ? അത് ആരെ കുറിച്ചായിരിക്കും പറഞ്ഞത്? ഇവിടെ വഴക്കുണ്ടാക്കുന്നവനും അടിപിടി ഉണ്ടാക്കുന്നവനും ദൈവസഭയ്ക്കകത്ത് കസാര കളിക്കുന്നവനും ഒരു കസാര കയറി മറ്റവനെ വലിച്ചിടുന്നവനും കുതികാല് വെട്ടുന്നവനും എല്ലാവരും എവിടെ ചെല്ലുകയില്ല. ഇവിടെ പറയുന്നൊരു ഭാഗം തൻ്റെ വിശുദ്ധന്മാർ. പിന്നെ 27-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴല്ലാടവുമുള്ള. അത് ആരെ കുറിച്ചാ പറഞ്ഞേ? ആകാശത്തിന്റെ കീഴിൽ. എവിടെ? ഭൂമിയിലെ കാര്യമാണോ പറഞ്ഞു വരുന്നത്? ആകാശത്തിന്റെ കീഴിൽ നിങ്ങൾ എങ്ങനെ നിൽക്കും നോക്കിയാൽ മതി. ആകാശത്തിന്റെ കീഴിലുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അത്യുന്നതനായ വിശുദ്ധന്മാരായ ജനത്തിന് അവന്റെ രാജ്യത്വവും കണ്ടോ ആരിലേക്ക് വന്നു? പിടികിട്ടുന്ന ഞാൻ കൊണ്ടുവരുന്നത്. എനിക്ക് ഒത്തിരി എടുത്തു പോകേണ്ടതുണ്ട്. ഈ ഭൂമി ജീവിക്കുമ്പോ ആരോട് സമനാകണം? പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഇടത്തെ ചവിട്ട് തടിച്ചവന് വലത്തെ ചവിട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. യേശു തന്നെ പറഞ്ഞു, ഞാൻ ദാഹിച്ചു, നിങ്ങളുടെ അരികിൽ വന്നു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. അപ്പൊ നിങ്ങൾ ഓർത്തു നോക്കിയേ, നിങ്ങളിലേക്ക് വരുമ്പോ ദൈവം ഇവിടെ പറയുന്നു ആരിലേക്കേ ഇത് വരത്തുള്ളൂ? ഈ ദൈവം ആരിലേക്ക് ഈ മഹത്വം കൊടുക്കത്തുള്ളൂ? ആരിലേക്ക് ഈ അനുഗ്രഹം കൊടുക്കത്തുള്ളൂ? വാക്ക് തുടങ്ങുന്നത് തന്നെ നോക്കിയേ. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലാടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാർ ലഭിക്കും. ആരിലേക്ക് വരും? ബ്ലെസ്സിങ് ആരിലേക്ക് വരും? തൻ്റെ വിശുദ്ധന്മാരായവരിലേക്ക്. അങ്ങനെ ഉണ്ടോ? ഈ യാഗപീഠത്തിന്റെ മുന്നിൽ വരുമ്പോ അതിനു മുമ്പ് നിന്റെ അകത്ത് നിന്റെ സഹോദരനോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിരപ്പ് പ്രാപിച്ച ഈ ഹോളിനകത്ത് കയറി വിളിച്ചു പറയാം, ഞാൻ വിശുദ്ധന്മാരുടെ പട്ടികയിലുണ്ടെന്ന്. കയ്പിന്റെ വിദ്വേഷത്തിന്റെ പകയുടെ പേര് വെച്ചുകൊണ്ട് ഈ മേശയിൽ കൈനീട്ടിയാലും ഒരു അഭിഷിക്തന്റെ മുന്നിൽ പോയി തലകൊമ്പിട്ട് നിന്നാലും പെടലിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാലും നീ ഒരിക്കലും അനുഗ്രഹത്തിലേക്ക് വരത്തില്ല.
അപ്പൊ യാഗപീഠത്തിന്റെ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞു? നിരപ്പ് പ്രാപിക്കണം. എന്തിനു വേണ്ടി? ഇവിടെ പറയുന്നു, ആധിപത്യം ആകാശത്തിന്റെ കീഴിലുള്ള രാജ്യങ്ങളുടെ മഹത്വം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് വാക്കിട്ട് എടുക്കണ്ടേ? നീ ആയിരിക്കുന്ന ദേശത്തിന്റെ അനുഗ്രഹം ആരുടെ മേൽ വരും? ആ ദേശത്തിനകത്തൊരു നന്മയുണ്ടെങ്കിൽ ഇന്ന് പകലിലും എഴുതി വെച്ചോ, നിന്റെ തലമുറയുടെ മേൽ വന്നു ചേരും. ആമേൻ. ഇതാരാൽ വെളിപ്പെടുത്തിയതാ? സ്വർഗത്താൽ വെളിപ്പെടുത്തിയതാ. നിന്റെ നടപ്പ് സ്വർഗത്തിന് അനുകൂലമാണെങ്കിൽ, നിന്റെ പ്രവൃത്തി സ്വർഗത്തിന് അനുകൂലമായി, നിന്റെ നാവ് വ്യാജമില്ലാത്തതാണെങ്കിൽ ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാ, നീതിമാന്റെ തലമുറ അപ്പത്തിന് ഒരിക്കലും ഇരക്കണ്ട വരത്തില്ല. അവർ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പകൽ നിന്റെ തലമുറ കാനഡയിലാണല്ലോ, UK-യിലാണല്ലോ, സൗദിയിലാണല്ലോ, ദുബൈയിലാണല്ലോ, അവർ ആ ദേശത്തിന്റെ നന്മ നിന്റെ തലമുറയുടെ മേൽ വന്നിരിക്കും. നിന്നെ ദൈവ വിശുദ്ധന്മാരുടെ പട്ടികയിൽ ഇന്ന് പകൽ എഴുതി വെച്ച ദേശത്തിനകത്ത് വിശുദ്ധന്മാരുടെ പട്ടികയിൽ നിന്നെ തമ്പുരാൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനകത്ത് വിളിച്ചു പറഞ്ഞു, ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഞാൻ ഈസഹാക്കിന്റെ ദൈവമാണ്, ഞാൻ യാക്കോബിന്റെ ദൈവമാണ്. എന്തുകൊണ്ട്? ദൈവത്തിന്റെ വചനത്തെ കാത്തവൻ, ദൈവത്തിന് വേണ്ടി നിലനിന്നവന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ അത്രേ ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽ വ്യാജം കാണിക്കുന്നവരുടെ കൂടെയല്ല, ആമീൻ, നാവിനെ സൂക്ഷിക്കുന്നവരുടെ കൂടെ, വിശുദ്ധന്മാരുടെ പട്ടികയിലുള്ളവര് ഇന്ന് പകൽ അറിഞ്ഞോ, രാജ്യത്തിന്റെ നന്മ നിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും വന്നു ചേരും. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നീ ഒരു അബ്രഹാമായി മാറിയാൽ നിന്റെ തലമുറ ഈസഹാക്കായി മാറും. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? നീ ഒരു അബ്രഹാമായി മാറിയാൽ നിന്റെ തലമുറ ഒരു ഈസഹാക്കായി മാറും. എന്നതാ ഈസഹാക്ക് എന്നറിയുമോ? ആമീൻ, വിതച്ചത് 100 മേനി കൊയ്ത തലമുറ. ഇന്ന് പകൽ ആത്മാവുള്ളവർ വിളിച്ചു പറ, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ക്രിസ്തുവിന് അനുകാരിയാണെന്ന് പറയുവാൻ ധൈര്യമുള്ളവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പോയി നിൽക്കേണ്ടത് ഒരു ന്യായാധിപന്റെ മുൻപിലാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറയും, ഞാൻ ഒരു ന്യായാധിപന്റെ മുൻപിൽ പോയി നിൽക്കേണ്ടവനാണ്? ഓർമ്മയുണ്ടോ? അതുകൊണ്ട് ഇവിടെ പറയുന്ന വാക്ക് ഒന്നുകൂടെ വായിച്ചേ. രാജ്യങ്ങളുടെ മഹത്വവും പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലാടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അത് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ആരെ സേവിച്ച് അനുഗ്രഹിക്കുന്നവർക്ക് ഇത് വരുന്നേ? കണ്ടോ? എന്തെങ്കിലും ആട്ടിക്കൂട്ടി കർത്താവിനെ പ്രാപിക്കാമെന്ന് ഇവിടെ പ്രാപിക്കാൻ പറ്റും. ഇവിടെ ഇല്ലാത്ത ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഇവിടെ അഭിഷിക്തൻ എന്ന് പറയും. യാമി ദൈവം അഭിഷിക്തൻ എന്നൊന്നും പറയത്തില്ല. പറയണമെങ്കിൽ അവൻ്റെ വഴിക്കകത്ത് നിൽക്കണം. നിന്നെ ഇന്ന് പകലിൽ പറഞ്ഞോ, ലോകം അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വാൾ പോസ്റ്റ് നീവിൻ്റെ പേര് വന്നില്ലെങ്കിലും, ആമി നിന്നെ ദേശത്താരും അറിഞ്ഞില്ലെങ്കിലും, സ്വർഗം നിന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അറിഞ്ഞോ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിനക്ക് വേണ്ടിയുള്ള കരുതൽ സ്വർഗം വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നു. 2-ാം അധ്യായം 26-ാമത്തെ വാക്യം, വെളിപ്പാട് 2:26. കണ്ടോ? ജയിക്കുകയും ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം എന്റെ പിതാവ് എന്റെ മേൽ തന്നതുപോലെ തന്നെ ഞാൻ ജാതികളുടെ മേൽ നിന്റെ മേൽ അധികാരത്തെ പകരും. ഓ, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ പറയുന്ന വാക്ക്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ചത്, യേശു പറയും, ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. കണ്ടോ? ദൈവ വഴിയിൽ നിൽക്കണമെന്ന് വരികിൽ ദൈവാത്മാവിന്റെ നടത്തിപ്പ് നിന്റെ മേൽ വരണം. ദൈവാത്മാവിന്റെ നടത്തിപ്പ് എന്ന് പറയുന്നത്, ദൈവാത്മാവ് നിന്റെ മേൽ വസിക്കണമെന്ന് വരികിൽ, പുതിയ ഒരു പുതപ്പ് നിന്റെ മേൽ വരണമെങ്കിൽ ഒരുവൻ ക്രിസ്തുവിലായി മാറിയെങ്കിലേ ഇത് വരത്തുള്ളൂ. ഒരുവൻ ക്രിസ്തുവിലാണ് എന്നാ പറഞ്ഞേ? പുതിയ സൃഷ്ടിയാ. പഴയത് എന്ത് ചെയ്തു? പഴയ ബാറിലിരുന്നതും, പണ്ട് പുകവലിച്ചു കിടന്നതും, പണ്ട് വഴക്ക് കൂടിയിരുന്നതും, തല്ല് പിടിച്ചിരുന്നതും, അങ്ങനെയുള്ള എല്ലാം എന്ത് ചെയ്തു? മാറി. ഇപ്പൊ ആരാധിക്കുന്നേ? ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ.
അവനൊരു പ്രത്യേകതയുണ്ട്. അവന്റെ മുന്നിൽ ഭൂതങ്ങൾ കീഴടങ്ങപ്പെടും, അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. ആമീൻ. നിന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചതാണെങ്കിൽ നിന്റെ മേൽ അഭിഷേകത്തിന്റെ നിറവിൽ ദൈവം തമ്പുരാൻ നിന്നെ നടത്തും. ഹല്ലേലൂയ. ആരുടെ കരുതലിനകത്ത്? വെളിപ്പാട് പുസ്തകം പറയുക, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ. എനിക്ക് തന്നതുപോലെ എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. കണ്ടോ? അപ്പൊ ദൈവസന്നിധിയിൽ ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരുവനായി മാറിയാൽ അനുഗ്രഹം എന്ത് ചെയ്യും? യേശു പറഞ്ഞ എന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇച്ചിരിച്ചയൊക്കെ നിങ്ങൾക്ക് തരാമെന്നാണ് പറഞ്ഞേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അനുഗ്രഹത്തിലേക്ക്, ഉയർച്ചയിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നു. നമ്മുടെ മുന്നിൽ എന്തില്ല? നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ന്യായാധിപന്റെ മുൻപിൽ പോയി നിൽക്കേണ്ടതാന്നുള്ള ഭയം ആർക്കില്ല? നമുക്കില്ല. നമ്മളിവിടെ എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അങ്ങ് പോയാൽ എന്നിട്ട് ചുമ്മാ പറയും, അമ്മേ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാമെന്ന്. ചുമ്മാതെ എവിടെ ചെല്ലുമ്പോൾ കാണാമെന്ന്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ കാണാം, തീക്കട്ടയ്ക്കകത്തിരിക്കുന്നുണ്ട്, അവിടെ ചെല്ലുമ്പോൾ കാണാം. പിടികിട്ടുന്നുണ്ടോ? നമ്മൾ ഇവിടെ വെച്ച് തന്നെ ആരുടെ ഭാവത്തിൽ വരണം? ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പിനകത്ത് വരണം. നിങ്ങളുടെ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ, ഉയർച്ചയിലേക്ക് വരണമെങ്കിൽ, ദേശത്തൊരു അനുഗ്രഹമായി മാറണമെങ്കിൽ ആരാൽ നടത്തപ്പെടുന്നവരായി മാറണം? ക്രിസ്തുയേശുവിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരും. അതുകൊണ്ട് ലൂക്കോസിലേക്ക് വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 17 ഒന്ന് വന്നേ. ലൂക്കോസിന്റെ 19:17. അവൻ അവനോട് നല്ല ദാസനെ നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കാം. കണ്ടോ? എന്നെ കർത്താവ് ഏൽപ്പിച്ചതിനകത്ത് ഞാൻ ആരാകണം? ദൈവം ഏൽപ്പിച്ച വേലയിൽ ആരാകണം? നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ലല്ലോ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണ്ടേ? എന്നും ഇങ്ങനെ ഇരുന്നാൽ മതിയോ? എന്നും ഇങ്ങനെ വഴക്കം പിടിച്ച് ഒരാളെ കുറ്റവും പറഞ്ഞ് ഫോണും എടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ സ്ഥിതി ഒന്ന് മാറണ്ടേ? മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന പോലെ നിങ്ങൾ വായ്പ വാങ്ങുന്നവരല്ല, വായ്പ കൊടുക്കുന്നവരായി തീരണ്ടേ? നിങ്ങളൊരു അനുഗ്രഹത്തിലേക്ക് വരണ്ടേ? നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹത്തിലേക്ക് വരണ്ടേ? ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. അവനോട് നല്ല ദാസനെ, നിന്നോട് അങ്ങനെ ദൈവം വിളിക്കാനുള്ള ക്വാളിറ്റി വരുന്നുണ്ടോ നോക്കിയാൽ മതി. ഈ ഒരു ശബ്ദം അകത്ത് വരുന്നുണ്ടോ? വിശ്വസ്തനായ ദാസരെ എന്നുള്ള വിളി കേൾക്കാൻ യോഗ്യതയുണ്ടോ എന്ന് അകത്തുനിന്ന് ചോദിച്ചാൽ മതി. ഒന്നുകൂടെ ചോദിച്ചാൽ സഭാ ഹോൾ വിട്ട് എല്ലാവരും വെളി പോവും. ഇവിടെ പറയുന്നു, അവൻ തന്നോട് തന്നെ നല്ല ദാസനെ, കണ്ടോ, ഞാൻ ഏൽപ്പിച്ചതിനകത്ത് നീ വിശ്വസ്തനായിരുന്നത് കൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കാം. വന്ന വഴി കണ്ടോ? അനുഗ്രഹം വന്ന വഴി കണ്ടോ? ഉയർച്ച വന്ന വഴി കണ്ടോ? ആമീൻ. ദൈവസന്നിധിയിൽ ഒരുത്തൻ വിശ്വസ്തനെന്ന് ദൈവം തമ്പുരാൻ തോന്നിയാൽ ഇന്ന് പകൽ അറിഞ്ഞോ, നീ ചോദിച്ചതിലും നനച്ചതിലും നിന്റെ മേൽ വന്നു ചേരും. നീ അമ്മേ അനുഗ്രഹം ദൈവത്താൽ നിന്റെ ജീവിതത്തിനകത്ത് വന്നു ചേരും. അമ്മേ എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്തറിയണം, ഒരു അനുഗ്രഹത്തിലേക്ക് വരണമെന്നും വരികിൽ അനുഗ്രഹത്തെ തടയുന്ന നിന്റെ വീട് അകത്ത് വരരുത്. അനുഗ്രഹത്തെ തടയുവാൻ ആര് ശ്രമിച്ചുകൊണ്ടിരിക്കും? പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. പിശാചിന് എന്ത് ചെയ്യരുത്? ഇടം കൊടുക്കുന്നവരാകരുത്. ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഏൽപ്പിച്ച വേല നീ വിശ്വസ്തയോടെ ചെയ്തതുകൊണ്ട് നിന്നെ ഇന്ന് ഇതിലേക്ക് മാറ്റി 10 പട്ടണത്തിനകത്ത് അധിപനായി തമ്പുരാൻ നിന്നെ മാറ്റണമെന്ന് വരികിൽ, നീ ഒരു അനുഗ്രഹത്തിലേക്ക് പോകണമെന്ന് വരികിൽ, നിനക്ക് ഇന്നൊരു മാറ്റം വന്നേ പറ്റുള്ളൂ. ഞാൻ എടുക്കാൻ ആഗ്രഹിച്ച കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ നിന്നുകൊണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ആമീൻ. ഇവിടെ കൊണ്ടുവന്നത് അനുഗ്രഹത്തെ, അനുഗ്രഹം ദൈവത്തിൽ നിന്ന് വന്നു, പക്ഷേ എൻ്റെ ജീവിതത്തിനകത്ത് അനുഭവത്തിൽ വരുന്നില്ല. കാരണം എന്താണെന്ന് ഇവിടെ ചോദിച്ചു കൊണ്ടുവന്നേ. 1 കൊരിന്ത്യറിലെ നമ്മൾ മുമ്പേ എടുത്തുപോയേ. 1 കൊരിന്ത്യർ അതിൻ്റെ 6-ാം അധ്യായത്തിലെ വായിച്ചത്. 6-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 6:5. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം.
നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്കും മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ സഹോദരന്മാരുടെ ഇടയിൽ ഇങ്ങനൊക്കെ ഉണ്ടാകുമ്പോ അത് പറഞ്ഞു തീർക്കാൻ പ്രാപ്തിയുള്ള നിങ്ങളുടെ ഇടയിൽ ആരുമില്ലേ? ആത്മാവുള്ളവർ ആരുമില്ലെന്നാ അമ്മ ഇപ്പോൾ ചോദിക്കുന്ന. പൗലോസ് ചോദിക്കുക, ആത്മാവുള്ളവർ ആരുമില്ല ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാതെ? തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, വഴക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ നോക്കിക്കേ, അടി കൂടിയിട്ട് തീർക്കാനുള്ളവരുടെ കസേര എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ പറയുന്ന വാക്കിനെ നോക്കിയേ, ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയണം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ വെച്ച് അപ്പം ഞൊറുക്കി പരിശുദ്ധാത്മാവായി പ്രാർത്ഥിക്കുന്ന ഒരു സഭയ്ക്കകത്തും ഇങ്ങനെയുള്ള വിഷയം ഉണ്ടാകത്തില്ല. ഇവിടെ പറയുന്ന വാക്ക്, സഹോദരന്മാർക്ക് മധ്യ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ജ്ഞാനി നിങ്ങളുടെ ഇടയിലില്ലേ? എന്നിട്ട് അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികൾ. എന്നിട്ട് വഴക്ക് പിടിച്ച് എവിടെ അവസാനിക്കുന്നേ? ഇപ്പൊ ഈ സംഭവിക്കുന്നുണ്ടോ? ഇത് ഈ കാലത്ത് ഈ സാധനം വന്നിട്ടുണ്ടോ? അടിപിടി കൂടിയിട്ട് പോലീസുകാരെ അഭിഷിക്തന്മാരെ പിടിച്ചു മാറ്റുന്നേ കണ്ടോ? ഇത് എവിടുത്തെ, ഇത് എവിടെ സംഭവിക്കേണ്ട കാര്യമാ? എവിടെ പറഞ്ഞു തീർക്കേണ്ട കാര്യമാ? സഭയ്ക്കകത്ത് ഒരാൾക്കൊരാളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സഭയ്ക്കകത്ത് തീർത്താൽ, സഭയ്ക്കകത്ത് തീർത്താൽ, ജാതികളുടെ മധ്യത്തിൽ വിട്ടുകൊടുക്കാതിരുന്നാൽ അനുഗ്രഹം വന്നു ചേരുക തന്നെ ചെയ്യും. അനുഗ്രഹത്തെ തടയപ്പെടുന്നതിൻ്റെ കാരണം ഇത് തന്നെയാ. അനുഗ്രഹം എന്തുകൊണ്ട്? നമ്മൾ അനുഭവിക്കാനുള്ളവരാ, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല. ഇതിന് ബൈബിൾ പറയുന്നൊരു വാക്കുണ്ട്, 1 കൊരിന്ത്യർ 10:31 വരും പറയുന്നു, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ. കണ്ടോ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്ത് ചെയ്യണം? ഒരു പിരിവ് എടുത്താലും അത് ആരുടെ മഹത്വത്തിനാകാവുള്ളൂ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാരുടെ മഹത്വത്തിനായി മാറണം? ദൈവ മഹത്വത്തിനായിട്ടേ ചെയ്യാവുള്ളൂ. നിങ്ങൾ മഹത്വം എടുക്കുന്ന ഒന്നും നിങ്ങളിൽ ഉണ്ടാകല്ലേ. നിങ്ങൾ എന്ത് ചെയ്താലും ആർക്കും മഹത്വം കൊടുക്കുന്നതായിരിക്കണം? ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആരിൽ നിന്ന് വരണം? നിങ്ങളുടെ നല്ല സാക്ഷ്യം കേട്ട് അനേകർ ക്രിസ്തുവിനെ അറിയാൻ ഇടയാകണം. അപ്പോൾ ഇവിടെ പറഞ്ഞ വാക്കിനകത്ത് ഒന്നുകൂടെ പറയുക, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുക. ആണോ? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയല്ല, ദൈവനാമം മഹത്വപ്പെടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചെയ്യുന്ന പ്രവൃത്തി എല്ലാം ദൈവനാമം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ മുന്നേ പറഞ്ഞു, സഭയ്ക്കകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സഹോദരനോട് വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കുക. ദൈവനാമത്തിന്റെ മഹത്വത്തിനാണോന്നോ ചിന്തിച്ചോണം. അപ്പോൾ ഈ ദൈവത്തിലേക്ക് അനുഗ്രഹത്തെ തടയുന്ന എന്താണെന്ന് ഇവിടെ പറഞ്ഞേ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കണമെന്ന് വരികിൽ, ഒരനുഗ്രഹം വന്നു ചേരണമെങ്കിൽ, നിന്റെ തലമുറയിൽ നീ ഒരു അനുഗ്രഹം ദേശത്താകണമെന്ന് വരികിൽ, നിനക്ക് ഈ ന്യായാധിപന്റെ മുൻപിൽ നിൽക്കേണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കണം. ഏലിയാവിനെ നോക്കുമ്പോൾ, ഏലിയാവിനെ നോക്കിക്കേ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ യാഗപീഠം പണിയാൻ നിൽക്കുമ്പോൾ 150-ൽ പരം പ്രവാചകന്മാർ അവിടെ നിൽക്കുമ്പോൾ ഒറ്റ ഏലിയാവ് ഒരു യാഗപീഠം പണിയ. കഷ്ടതയുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, അവരുടെ മധ്യത്തിൽ ഒരു യാഗപീഠം പണിയുന്നത്. ഇന്ന് പകൽക്കാലം പറഞ്ഞ സഹോദരന്മാരുടെ മധ്യത്തിൽ നീ ഇറങ്ങി വന്നത് പല നിന്ദകൾ അനുഭവിച്ചിട്ടാ. നിന്റെ ചർച്ചക്കാരുടെ സമുദായങ്ങളുടെ ഇടയിൽ നിന്ന് നീ ഇറങ്ങി വന്നിട്ട് ഈ നിന്ദ മുഴുവൻ അനുഭവിച്ചെങ്കിൽ നിന്റെ യാഗപീഠത്തിന്റെ മുന്നിൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങി പ്രതിഫലം ഉണ്ടാകണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ ഇറങ്ങി വന്നിട്ട് ലജ്ജിച്ചു പോകാൻ ഇടയാകാതിരിക്കണമെങ്കിൽ, ഏലിയാവ് നിന്ന പോലെ നീ നിൽക്കാൻ റെഡിയാണെങ്കിൽ, കഷ്ടതയുണ്ടായപ്പോ, നിന്ദയുണ്ടായപ്പോ, പരിഹാസമുണ്ടായപ്പോ, കണ്ണുനീരുണ്ടായപ്പോ, യാഗപീഠം പണിയേണ്ട പോലെ പണിതിട്ട് പറഞ്ഞു, അങ്ങ് അബ്രഹാമിന്റെ ദൈവമാണെന്നോ, അങ്ങ് ഇസ്ഹാക്കിന്റെ ദൈവമാണെന്നോ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നോ, ഞാൻ അങ്ങയുടെ ദാസനെന്ന് ഇവർക്ക് വെളിപ്പെടണമെന്ന് പറഞ്ഞപ്പോ സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ തീ അയച്ചെങ്കിൽ ഇന്ന് നീ വിശ്വസിക്കണം, നിന്റെ നടപ്പ്, നിന്റെ എടുപ്പ്, നിന്റെ വ്യവഹാരം കറക്റ്റ് ആണെങ്കിൽ നിന്റെ യാഗപീഠത്തിന്റെ മുന്നിൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങി വരും. ഇന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക ഇന്ന് പകലിൽ.
ഹല്ലേലൂയ. ആമേ, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേ, ഇന്ന് ദൈവസന്നിധി നിൽക്കും അറിയണം, നല്ലവനും വിശ്വസ്തനമേ എന്നുള്ള വിളി കേട്ടാൽ, ഇന്ന് ശബ്ദം നീ കേട്ടാൽ ഓർത്തോ, ആര് നിന്നെ തള്ളിക്കളഞ്ഞാൽ തള്ളിക്കളയാത്ത ഒരു ദൈവം ഇറങ്ങി വരും. ആര് നിന്നെ നിന്ദിക്കാത്ത ഒരു ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ആമേ, ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞാൽ, ആരെല്ലാം നിന്നെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ, അവരുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം അങ്ങനെ പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ആമേ അത് ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. 1 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ വായിക്കാവോ? 1 കൊരിന്ത്യർ 6:7. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നതിന് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു അല്ലല്ലോ. 1 കൊരിന്ത്യർ എടുത്ത് 1 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചു. നിങ്ങൾ തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മ. നിങ്ങൾ തമ്മിലുള്ള ഈ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത്. എന്നിട്ട് നീ നിന്റെ സഹോദരനോട് ക്ഷമിക്കാൻ മടിക്കുന്നേ? ഇവിടെ പറയുന്നു, അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്? നഷ്ടമേറ്റുകൊള്ളാത്തത്. നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും ചെയ്താൽ നീ എന്നാ ക്ഷമിക്കാത്തത്? കർത്താവ് നിന്നോട് ക്ഷമിച്ചില്ലേ? കർത്താവ് നിനക്ക് വേണ്ടി നിന്റെ പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടില്ലേ? കർത്താവിന്റെ ആത്മാവല്ല നിന്റെ മേൽ വ്യാപരിക്കുന്നത്. എന്നിട്ട് എന്തേ നീ എന്ത് ചെയ്യുന്നില്ല? ക്ഷമിക്കാത്തത്. 8-ാമത്തെ വാക്യമോ? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. അതും സഹോദരന്മാർ. കണ്ടോ ഒരപ്പത്തിന്റെ അംശികളായിരിക്കുന്നവർ ആർക്കെതിരായിട്ട് നിൽക്കുന്നു? സഹോദരന്മാർക്കെതിരായി നിൽക്കുന്നു, വാദിക്കുന്നു. സൂക്ഷിച്ചു, അനുഗ്രഹത്തെ പോകത്തില്ല. എത്ര അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചാലും വഴി തുറക്കത്തില്ല. ഇവിടെ പറയുന്നു, ആർക്കെതിരായി? സഹോദരന്മാർക്കെതിരായി അന്യായം ചെയ്യുന്നവൻ. ഇവിടെ പറയുന്നു, അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നത് അത് സഹോദരന്മാർക്ക് തന്നെ. അന്യായം ചെയ്യുന്നവർ. അതെ, അവിടെ മതി, അവിടെ നിൽക്കട്ടെ, പിന്നീട് വായിക്കാം. അമ്മി, നമ്മൾ ആർക്ക് അന്യായം ചെയ്യുന്ന പറയുന്നേ? ഏതിൽ കൂടെ? ക്രിസ്തുവിൽ ഒരപ്പത്തിന്റെ അംശികളായവർ. നമ്മൾ വാതുറക്കുന്നതിന് വേണ്ടിയാണോ? അനുഗ്രഹത്തെ തടഞ്ഞു പോകുന്നില്ല. നമ്മളോട് ദൈവം പറഞ്ഞു, അബ്രഹാമിന്റെ അനുഗ്രഹം നിന്റെ ഭവനത്തിൽ വരുമെന്ന്. ആണോ അല്ലെന്നോ? എന്നും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അബ്രഹാമിന്റെ അനുഗ്രഹം ഇനി പോരണം കർത്താവേ, പോരണം. അതിരുകൾ വിശാലമാകട്ടെ, വാതിലുകൾ തുറക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഒന്നും നടക്കുന്നില്ല. എത്ര വർഷമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക, വാതിൽ തുറക്കട്ടെ. എവിടെ? ഇന്നലത്തേനേക്കാൾ 2 കുറ്റിയും കൂടെ കൂടുതൽ ഇട്ട് നിർത്തിയിരിക്കുക തമ്പുരാൻ. വാതിൽ തുറക്കുന്നില്ല, അനുഗ്രഹത്തിൽ വരുന്നില്ല. ഇവിടെ പറയുന്നു, അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. ആരില്ല? കണ്ടോ? ആരിൽ? ക്രിസ്തുവിൽ സഹോദരന്മാർക്ക്. ദൈവം അനുകൂലമാകുമോ പ്രതികൂലമാകുമോ? അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങൾക്കൊന്ന് അറിയണമല്ലോ. അബ്രഹാമിന്റെ അനുഗ്രഹം ഉൽപ്പത്തിയിലേക്ക് ഒന്ന് വന്നേ. അതുകൂടെ പറഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നേ. 13-ാം അധ്യായത്തിലേക്ക് വന്നേ. 2-ാമത്തെ വാക്യം എടുത്തേ. ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും 13:2 കണ്ടോ? 13-ാം അധ്യായം 2-ാമത്തെ കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു അല്ലേ? 12-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ് ചാർച്ചക്കാര് പിതൃഭവനം വിട്ട് ആരിറങ്ങി? അബ്രഹാം ഇറങ്ങി. നിങ്ങളിലേക്ക് വരാൻ പോവാ. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന എവിടെയാ? സഹോദരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞ് വിഷയം ഉണ്ടാക്കി നിർത്തിയിരിക്കുക. ഇനി അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങളിൽ വരാതിരുന്നത് എന്തുകൊണ്ടാണ് പറയാൻ പോകുന്നത്? അബ്രഹാമിനെ പറയുക 13-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ദൈവവിളി കേട്ട് ഇറങ്ങിയവൻ അബ്രഹാം.
അതിന്റെ വാക്യം പറയുന്നു, രണ്ടാമത്തെ വാക്യമല്ലേ? കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രാം സമ്പന്നനായി തീർന്നു. അബ്രാം ദൈവത്തിന്റെ വിളി കേട്ടു, ദൈവം അങ്ങ് അനുഗ്രഹിച്ചു, സമ്പന്നനായി തീർന്നു. അമ്മ മൂന്നാമത്തെ വാക്യം, അവൻ തന്റെ യാത്രയിൽ തെക്കുനിന്ന് ബേതേൽ വരെയും ബേതേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവനോട് എന്തോ ചെയ്തോണ്ടായിരുന്നേ? യാഗപീഠം പണിതുകൊണ്ടായിരുന്നേ. എന്നിട്ട് അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ അവർ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. നിങ്ങളും അങ്ങനെ തന്നെ ആരാധിക്കുന്നവരാ. അടുത്തത്, അബ്രാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ കൂടെ വന്ന ആരുണ്ട്? അപ്പൊ കൂടെ വന്നവൻ ആരാ? സഹോദരനാണേ, ആണല്ലോ. സഹോദരനും എന്തുണ്ടായിരുന്നു? അവനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ട്. ആർക്കും ഉണ്ടായിരുന്നു? അബ്രഹാമിനും ഉണ്ടായിരുന്നു. ആറാമത്തെ വാക്യം, അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നു. അവർ സാമ്പത്തികമായി ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടു. അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. അവർക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പാർപ്പാൻ കഴിയുന്നില്ല. അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ട്. കേട്ടോ, അവിടെ എന്തുണ്ടാകാൻ തുടങ്ങി? അവർക്ക് തമ്മിൽ എന്തുണ്ടാകാൻ തുടങ്ങി? ഇവർ തമ്മിൽ പിണക്കം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഇടയന്മാർക്ക് തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരീസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. ആ ദേശത്ത് പാർത്തി. എട്ടാമത്തെ വാക്യം, അതുകൊണ്ട് അബ്രാം ലോത്തിനോട് എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ട്. എന്തുണ്ടാകരുത്? അനുഗ്രഹം. നമ്മൾ തമ്മിൽ എന്തുണ്ടാകല്ലേ? നമുക്കൊന്ന് പറയാൻ പറ്റുമോ? നമുക്ക് അവനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് പറഞ്ഞാ ഇന്ന് കൈകൂട്ടുന്നേ. നമ്മൾ തമ്മിൽ എന്തുണ്ടാകരുതെന്ന് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നോ? ഒരു വിഷയം ഉണ്ടായി, സഹോദരാ, നമ്മൾ തമ്മിൽ ഒരു പിണക്കം ഉണ്ടാകല്ലേ. അബ്രഹാം പറയുന്നു, നമ്മൾ ആരുടെ അനുഗ്രഹത്തിലേക്ക് വന്നെന്നാ പറയേണ്ടത്? അബ്രഹാമിന്റെ അനുഗ്രഹത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ പറയുക, അമ്മ പറയുന്നു, അമ്മ എനിക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ. നാം സഹോദരന്മാരല്ലോ. കണ്ടോ, ആരാന്ന് പറഞ്ഞു? ആണേ, നമ്മൾ ആരാന്നാ പറയുന്നേ? ക്രിസ്തുവിൽ നമ്മൾ ഒരപ്പത്തിന്റെ അംശങ്ങളാണ്. ആരാന്നാ പറയേണ്ടത്? പിടികിട്ടുന്നോ? അനുഗ്രഹം ഇങ്ങോട്ട് പോരാത്തതിന്റെ കാര്യം പിടികിട്ടിയിട്ടുണ്ടോ? മോളിന്ന് പറയണം, വിശ്വസ്തനായ ദാസനെ എന്നുള്ള വിളി നിന്നെ സ്വർഗം വിളിച്ചില്ലെങ്കിൽ നിന്നെ കയ്യടിയും കൊട്ടിപ്പാട്ടും ഇവിടെ കൊണ്ട് അവസാനിക്കും. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇവിടെ പറയുന്ന അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്ക് വരണമെങ്കിൽ ഇവിടെ പറയുന്ന പിണക്കം ഉണ്ടാകരുത് എന്ന് സഹോദരന്മാരല്ലോ. എന്നിട്ട് പറയാ, ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ? ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ? നീ ഇടത്തോട്ടെങ്കിൽ. ഇതിന് സഹോദരൻ പറയുക, അബ്രഹാം പറയാ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കോളാം. എന്നിട്ട് നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കോളാം. നിനക്ക് ഇഷ്ടമുള്ള സഹോദര എടുത്തു, നിനക്ക് ഇഷ്ടമുള്ള ദേശം എടുത്തു. ഇവിടെ പറയുന്നത് കേട്ടോ, വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ 10ാമത്തെ വാക്യം, യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ നല്ല ഒരു സ്ഥലം കണ്ടു. യോർദാൻ അരികെയുള്ള സോദോമിനെ കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലായിരുന്നു. സോവാർ വരെ മിസ്രൈം ദേശം പോലെയുമായിരുന്നു. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ലോത്ത് ആരെടുത്തു? ആ ദേശം, നല്ല ദേശം നോക്കി തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദോം വരെയും കൂടാരം നീക്കി അടിച്ചു. സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു. ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുൾ ചെയ്തത്, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, തലപൊക്കി നോക്കി, നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് കൈവശമാക്കി തരാമെന്ന് പറഞ്ഞു. അതിന് മുന്നോടിയായി പറയുന്ന ഒരു വാക്കുണ്ട്. അബ്രഹാം പറയുക, സഹോദര, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു കൊള്ളുക. നിനക്ക് നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ വടക്കോട്ട് മാറിക്കോളാം. അല്ലെങ്കിൽ പറയുക, ഈ നല്ല ദേശമാ, ഞാൻ ഇവിടെ പാർത്തോളാം. ഉണങ്ങിക്കിടക്കുന്നിടത്തോട് പോക്കോളാനല്ല പറഞ്ഞത്.
പറയുന്നത്, സഹോദരനാണെങ്കിൽ മറ്റൊരുവനോട് ക്ഷമിക്കുന്നവനാകണം. ആരെ പോലെ? ക്രിസ്തു നിന്നോട് ക്ഷമിച്ചതുപോലെ, ക്രിസ്തു നിന്നോട് കരുതിയതുപോലെ, ക്രിസ്തു നിന്റെ പാപങ്ങളെ ഏറ്റതുപോലെ നീ സഹിക്കുന്നവനാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയാ, നീ കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടോ ദൈവം നിന്നെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കുന്നവനായി മാറും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയാം നീ എവിടെയാണ് വ്യവഹാരം ചെയ്യുന്നത്. നീ നിന്റെ സഹോദരനോട്, അപ്പം ഈ പൗലോസ് നീ നിന്റെ സഹോദരനെ കുറിച്ചാണോ അപവാദം പറയുന്നത്? നിന്റെ സഹോദരനെ കുറിച്ചാണോ നിന്ദിക്കുന്നത്? യേശുവിന്റെ കൂട്ട് നിങ്ങൾ നോക്കണം. അവന്റെ യേശു കൂടെ പരീശന്മാരോടല്ലായിരുന്നു, യേശുവിന്റെ കൂടെ ചുങ്കക്കാരും പാവിനികളോടുമായിരുന്നു യേശുവിന്റെ കൂട്ടെങ്കിൽ. ഇന്ന് പകൽ ആത്മാവിനെ അറിയണം, നിന്റെ അനുഗ്രഹത്തെ തടയപ്പെട്ടു പോയത് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്നെങ്കിൽ സഭയ്ക്കകത്തൊരു വിഷയമുണ്ടാക്കി സഭകൾ തമ്മിൽ ചിഹ്നിച്ചെതറി വഴക്കുണ്ടാക്കുന്നിടത്തല്ല അബ്രഹാമിന്റെ അനുഗ്രഹം വരുന്നത്. നിന്റെ സഹോദരനോട് നീ മനഃപൂർവ്വം ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗം നിന്റെ പാവങ്ങളെ ക്ഷമിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നീ യാഗപീഠത്തിന്റെ മുൻപിൽ വരുന്നതിനുണ്ട് നിന്റെ സഹോദരനോട് നിരപ്പ് പ്രാപിച്ച് നീ ഇവിടെ വരുന്നെങ്കിൽ ഇന്ന് പകലറിഞ്ഞോ നിന്റെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗം കരുതി വെക്കോ. ഹല്ലേലൂയ. എത്ര അതുകൊണ്ട് പറഞ്ഞേ, അവൻ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ അകത്തറിയണം, യേശു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കണമെന്ന് വരികിൽ ഞങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. ഇന്ന് മറ്റുള്ളവനെ നിന്ദിക്കാനും മറ്റുള്ളവനെ പരിഹസിക്കാനും മറ്റുള്ളവന് വേണ്ടി നിന്നാൽ സ്വർഗം നിന്നെ അനുഗ്രഹത്തിലേക്ക് വിടത്തില്ല. അബ്രഹാമിന്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വന്നു ചേരണമെന്ന് വരികിൽ ലോത്തിനോട് പറയാ, ലോത്തേ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളാ, ഞാൻ പിന്മാറാൻ തയ്യാറാ. നിനക്ക് സെക്രട്ടറി സ്ഥാനം വേണോ, നീ സെക്രട്ടറി അയക്കോ. നീ പ്രസിഡന്റ് ആകണോ, നീ പ്രസിഡന്റ് അയക്കോ. നിനക്ക് കൂടുതൽ കഴിക്കണമോ, നീ കഴിച്ചോ സഹോദര എന്ന് പറയുന്നവനെ തമ്പുരാൻ മാനിച്ച് അനുഗ്രഹിക്കുന്നവനാ. ഇന്ന് പകൽക്കാലം നിന്റെ സഹോദരന് മുട്ടുണ്ടെങ്കിൽ അവന്റെ മുട്ട് തീർക്കണമെന്ന് സ്വർഗം പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം വരണം. നിനക്ക് ഇഷ്ടം പോലെ ഭക്ഷിപ്പാനുണ്ടെങ്കിൽ, നിന്റെ സഹോദരൻ പട്ടിണി ഇരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പട്ടിണി മാറ്റാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ അളവില്ലാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറ, അളവില്ലാതെ സ്വർഗം നിന്നെ കരുതോ. നിന്റെ സഹോദരന്റെ കണ്ണുനീർ തുടച്ചിട്ട് മതി. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിന് ഒരു രൂപാന്തരം വേണം. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അതുകൊണ്ട് പറയുന്നു, അബ്രഹാം തന്റെ സഹോദരന് വേണ്ടി വഴിമാറിക്കൊടുത്തപ്പോ സ്വർഗം ഇറങ്ങി വന്നിട്ട് പറയുക, അബ്രഹാമേ നീ തലപൊക്കി നോക്കുക, ഈ കാണുന്ന ഭൂമിയൊക്കെ നിനക്കും നിന്റെ സന്തതിക്കും. അവിടെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോണം. അബ്രഹാം ഇറങ്ങിത്തിരിക്കുമ്പോ പ്രായമായിരിക്കുന്ന ഒരു ഭാര്യയെ കൂട്ടി ഇറങ്ങിത്തിരിക്കുമ്പോ അവന് തലമുറകളില്ല. ദൈവം തമ്പുരാൻ ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്തപ്പോ സ്വർഗം വീണ്ടും പറയുക, അവനോട് പറയുന്ന വാക്കുണ്ടോ, നീ കാണുന്ന ഭൂമിയൊക്കെ നിനക്ക് നിന്റെ സന്തതിക്കും. ഇല്ലാത്തവനോട് പറയുക, ഞാൻ നിനക്ക് സൃഷ്ടിച്ചു തരിക തന്നെ ചെയ്യുക. നിനക്ക് തലമുറയില്ലെങ്കിൽ ഞാൻ നിന്നെ സൃഷ്ടിച്ചു തരുന്ന ഒരു ദൈവമാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം പറയുന്നു. ഇന്ന് പകൽക്കാലം പറയുന്ന നിങ്ങൾ തമ്മിൽ സഭയ്ക്കകത്ത് വ്യവഹാരം നടത്തുന്നവരിൽ ഒരുവന് വേണ്ടി എതിര് നിൽക്കുന്നവരിൽ ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് കടക്കാൻ പോലും പറ്റത്തില്ല. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം സഹോദരൻ മാറിപ്പോകാത്ത ഒരു സ്നേഹത്തെ കാണാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. അബ്രഹാം രാവിലെ എഴുന്നേറ്റു. താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. അബ്രഹാം രാവിലെ എഴുന്നേറ്റു, യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന സ്ഥലത്ത് ചെന്നു. സോദോമിനും ഗൊമോറയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി. ദേശത്തിലെ പുക, ആ ദേശത്തെ ദൈവം തമ്പുരാൻ നശിപ്പിച്ചു കളയുക. പുക പോലെ പൊങ്ങുന്ന കണ്ടു. പോലെ പൊങ്ങുന്നത് കണ്ടു. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രാമിനെ ദേശത്തെ നശിപ്പിക്കുമ്പോ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്നും വിടുവിച്ചു. കണ്ടോ, അബ്രഹാം ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് അവനൊരു സഹോദരന് കേടുപറ്റുവാൻ സ്വർഗം അനുവദിച്ചില്ല. ഇന്ന് പകൽ നീ ആഗ്രഹിക്കുന്ന നിന്റെ സഹോദരന്റെ നാശമാണെങ്കിൽ അബ്രഹാമിന്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വരത്തില്ല. ഇവിടെ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ ദേശത്തെ മുഴുവൻ ദൈവം തമ്പുരാൻ നിർമൂലമാക്കി കളയുമ്പോ അബ്രഹാം ചെയ്തതിനെ ദൈവം ഓർത്തു. എന്നതാ പറയുന്നത്,
അബ്രഹാം പറയുന്നത്, ആമേ സഹോദര, നമ്മൾ തമ്മിൽ പിണക്കമുണ്ടാകല്ലേ. അതുകൊണ്ട് എന്നാ, നിന്റെ മുന്നിൽ ഈ ദേശം മുഴുവൻ കിടക്കുന്നല്ലോ, നീ ഏത് വേളയിലും തിരഞ്ഞെടുത്തുകൊള്ളുക, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തുകൊള്ളാം. നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ വടക്കോട്ട് മാറിക്കൊള്ളാം എന്ന് പറഞ്ഞ് ആമി ലോത്ത് ആമി സോദോമിലേക്ക് പോകുമ്പോൾ, സോദോം പാപത്താൽ നിറയപ്പെട്ട സോദോമിനെ ആമി യഹോവയായ ദൈവം നശിപ്പിക്കുമ്പോൾ അബ്രഹാമിനെ സ്വർഗമോർത്തോ. ഇന്ന് പകൽക്കാലം അറിയണം, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, സഹോദരന്മാർക്ക് വേണ്ടി മുട്ടുമടക്കുന്നവനാണെങ്കിൽ, നീ കണ്ണുനീരൊഴുക്കുന്നവനാണെങ്കിൽ, നിന്നെ ഓർത്താൽ നിന്റെ കൂടെ ഇരിക്കുന്നവൻ നഷ്ടപ്പെടാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ അറിയണം, അബ്രഹാമിന്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ അവൻ വ്യവഹാരം ചെയ്യുമ്പോൾ നീ നിന്റെ സഹോദരനെതിരായി വ്യവഹാരം ചെയ്യാൻ പാടില്ലെന്ന് ദൈവവചനം പറയുന്നു. ഒരു അനുഗ്രഹത്തിന്റെ ഇന്ന് പകൽക്കാലം വരണം. പെന്തിക്കോസ്ത് സഭയിൽ കൊട്ടിപ്പാടിപ്പോയിട്ട് അനുഗ്രഹം പ്രാപിക്കാതിരിക്കുന്നതിന്റെ കാരണം ഒരുത്തന് വേണ്ടി പകയോടെ പെരുമാറുന്നതാ. കസേരയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി അടികൂടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ താത്തു വെച്ചിട്ട് പറയണം, അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടോ, കൂട്ടായ്മ ആചരിച്ചോ, അപ്പം ഞുറുക്കി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭ കണ്ടല്ലോ. അനുഗ്രഹത്താലും അതിനകത്ത് ഇരിക്കുന്ന ജലോ അനുഗ്രഹത്താൽ ഉയർച്ച തന്നെ പ്രാപിക്കും. എന്നതാ കാരണമെന്നറിയുമോ? വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുള്ളത്, താഴ്മയോടെ ഇരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് പകൽ പറഞ്ഞോ, നിന്റെ ഭവനവും നിന്റെ തലമുറയും ആ ദേശത്തിനകത്ത് അത്ഭുതമാക്കി ദൈവം തമ്പുരാൻ മാറ്റും. ഓ, വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് എന്ത് പാടില്ലെന്ന് പറഞ്ഞു? സഹോദരനെതിരായി ഒരു വ്യവഹാരത്തിനും പാടില്ല. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഇവിടെ പറയണം, യഹോവയായ ദൈവം അബ്രഹാമിനെ ഓർത്തപ്പോൾ ലോത്തിന് വേണ്ടി ഇറങ്ങി. ഇന്ന് നിന്നെ ഓർക്കുമ്പോൾ നിന്റെ കൂടെ ഇരുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കണം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 8-9 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചു. ആമീൻ. 1 കൊരിന്ത്യർ 6-ന്റെ 8 വായിച്ചേ. അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും കണ്ടോ, നിങ്ങൾ പഴിചാരുകയും നിങ്ങൾ നിന്ദിക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആർക്കെതിരായിട്ടാ? സഹോദരന്മാർക്ക്. ഈ അപ്പത്തിന്റെ അംശികളായിരിക്കുന്നവർക്കാ. പിടികിട്ടിയോ? അനുഗ്രഹം തടയപ്പെട്ടു പോകുന്നതിന്റെ കാരണം, ഉയർച്ച തടഞ്ഞു പോകുന്നതിന്റെ കാരണം, വഴികൾ അടയപ്പെട്ടു പോകുന്നതിന്റെ കാരണം ഇവിടെ പറയുക, അല്ല നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നത് അത് സഹോദരന്മാർക്ക് തന്നെ. 9 അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശം. കണ്ടോ അവിടെ കൊണ്ട് ആ വാക്യം അവസാനിപ്പിക്കാൻ പോവാ. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യത്തിന്റെ നന്മ അനുഭവിക്കത്തില്ല. എത്ര കൂട്ടിയാലും, എത്ര പാടിയാലും, എത്ര വാൾപോസ്റ്റൊട്ടിച്ചാലും നീ നിന്റെ തലമുറയും തമ്പുരാൻ അനുഗ്രഹത്തെ വിടത്തില്ല. ആമേൻ. ബൈബിളിന് നിയമമുണ്ട്, ദൈവവചനത്തിന് കൽപ്പനയുണ്ട്. മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് കൈയടിച്ച് വീട്ടിൽ പോയിട്ട് നിന്നെ അമേരിക്കയ്ക്ക് വിടാം, ലണ്ടനിൽ വിടാം, നീ അങ്ങനെ പോകും, നീ ഉയർച്ച പ്രാപിക്കും, ഒന്നും പ്രാപിക്കത്തില്ല. ഇതിനകത്ത് നിലനിന്നാലേ, ഹല്ലേലൂയ, വചനത്തിൽ നിലനിന്നാലേ നല്ല ഫലം കായ്ക്കത്തുള്ളൂ കേട്ടോ. അതിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ഒറ്റ വാക്യം കൊണ്ട് വായിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ആമേൻ. തീത്തോസിന്റെ ലേഖനം ഒന്നെടുത്തേ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം. ആമേൻ. 11-ാമത്തെ വാക്യം. 2-ാമത്തെ വാക്യം. 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. സകല മനുഷ്യർക്കും 11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തും. അപ്പൊ നമ്മൾ ഓർത്തോളം എങ്ങനെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നേ? ഏതിന്ന് ഒഴിവാകണം? പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും
നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തും. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായി സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അതുകൊണ്ട് ഇത് പൂർണ്ണ 15-ാമത്തെ വാക്യം, ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും. ഇതെന്ത് ചെയ്യണം? പ്രസംഗിക്കണം. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. കണ്ടോ, ഇതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ദൈവസഭയ്ക്ക് അത് എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചില്ലെങ്കിൽ എന്റെ മുട്ടിന്റെ തഴമ്പ് കൂടിക്കൊണ്ടിരിക്കും. ദിവസവും എന്ന് പറയും, ബ്രദറെ വഴി തുറക്കുന്നില്ല വിഷയമാ. ശനിയാഴ്ച ഇവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്നു, വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുന്നു, ഒരു അനുഗ്രഹവും വരത്തില്ല. കാരണം നിന്റെ അകത്തിരിക്കുന്ന കയ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും പേര് അകത്ത് മുളയ്ക്കുന്നിടത്തോളം കാലം ഒരു അനുഗ്രഹത്തിൽ വരത്തില്ല. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ മേൽ വരണമെങ്കിൽ നീ സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ നീ മരണയോഗ്യനാ. ഇന്ന് പകലിൽ പറയണം. യേശു കർത്താവ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു, ഇടിവിൽ ഒരുവരെ പ്രാർത്ഥിക്കാൻ ഞാൻ അന്വേഷിച്ചു, ഞാൻ ആരെയും കണ്ടെത്തിയില്ല. ദൈവമേൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്താൽ വിശ്വസ്തദാസനെ എന്നുള്ള വിളി നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങളെ അധികത്തിൽ വിചാരകനാക്കി ദൈവം തമ്പുരാൻ മാറ്റും. അബ്രഹാമിനെ ഓർത്തപ്പോൾ ലോത്തിനു വേണ്ടി സ്വർഗത്തിൻ്റെ ദൂതന്മാരെ അയച്ചു. ഇന്ന് പകലിറ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളൊരു അനുഗ്രഹത്തിലേക്ക് പോകണമെങ്കിൽ ആമേ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഉണ്ടാകല്ലേ. എത്ര പേര് ആമയും പറയുന്നുണ്ട്? ഒരു നിമിഷം നിങ്ങളുടെ കണ്ണ് നടച്ചേ, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾ ആരോടെല്ലാം കയ്പും വിദ്വേഷവും വെക്കുന്നുണ്ട്? എന്ത് കർത്താവിനോടൊന്ന് പറഞ്ഞ, കർത്താവേ, എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് ആമേൻ മറ്റുള്ളവരെ സ്നേഹിക്കാതെ, നിന്റെ സഹോദരനെ സ്നേഹിക്കാതെ നിനക്കാരെ സ്നേഹിക്കാൻ പറ്റും? സ്വർഗത്തിലെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, ഇന്ന് പകലിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവേ, ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിപ്പാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണം. മറ്റുള്ളവരെക്കുറിച്ച് ഒരു മോശമായ ഒരു കാര്യവും ഞാൻ സംസാരിക്കാൻ എൻ്റെ നാവ് ഉയർത്തരുത്. അതെൻ്റെ അനുഗ്രഹത്തെ തടയുന്നതാണെങ്കിൽ ഇന്ന് പകൽക്കാലം വരണം. രക്ഷിക്കപ്പെട്ടവൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സഹോദരനെ സ്നേഹിക്കുന്നവനാണ്. രക്ഷിക്കപ്പെട്ടവന് ഒരു അനുഗ്രഹത്തിലേക്ക് പോകണമെങ്കിൽ, അബ്രഹാമിൻ്റെ അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ വരണമെങ്കിൽ നിൻ്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റമുണ്ടാകണം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവേ, ദൈവസഭയെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ആമേൻ. അങ്ങയുടെ വചനത്തെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ വചനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് വചനം പറയുന്നു, ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിങ്ങളെ തുച്ഛീകരിക്കരുത്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ മെസ്സേജ് എടുക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കണം. ഹല്ലേലൂയ. പ്രസംഗിക്കപ്പെടേണ്ടതാണ്, അത് പ്രസംഗിച്ചേ മതിയാകത്തുള്ളൂ. ഇന്ന് പകലൊരു രൂപാന്തരം വരുത്തുന്നെങ്കിൽ അത് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ച് വർദ്ധിക്കുമാറാകട്ടെ. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.